എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. റായ്പൂരിലെ ഷഹീദ് വീർ നാരായൺ സിംഗ് സ്റ്റേഡിയത്തിൽ ഇന്ത്യ ന്യൂസിലൻഡ് രണ്ടാം T20 അരങ്ങേറിയത് വെറുമൊരു ക്രിക്കറ്റ് മത്സരമായിരുന്നില്ല, മറിച്ച് വികാരങ്ങളുടെയും ഗുരുശിഷ്യബന്ധത്തിന്റെയും ഒരു മഹാകാവ്യമായിരുന്നു. ന്യൂസിലൻഡിനെതിരായ ഏകപക്ഷീയമായ വിജയത്തിനു ശേഷം മൈതാനത്ത് നടന്നത് കോടിക്കണക്കിന് ക്രിക്കറ്റ് പ്രേമികളുടെ കരലലിയിപ്പിക്കുന്ന രംഗങ്ങളാണ്. ഒരു വശത്ത് ഇഷാൻ കിഷൻ എന്ന പോക്കറ്റ് ഡൈനാമൈറ്റ് ന്യൂസിലൻഡ് ബൌളർമാരെ നിലം പരിശാക്കി 32 പന്തിൽ 76 റൺസ് എന്ന കൊടുങ്കാറ്റ് തീർത്തപ്പോൾ, മറുവശത്ത് കളിക്ക് ശേഷം അദ്ദേഹം കാട്ടിയ സംസ്കാരം കണ്ട് ലോകം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയാണ്. മത്സരത്തിൽ ഇഷാൻ കിഷൻ ബാറ്റിംഗ് എന്നതിലുപരി ഒരു താണ്ഡവമാണ് ആടിയത്. കിവി ബൌളർമാർക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത വിധം ഗ്രൗണ്ടിന്റെ നാനാഭാഗത്തേക്കും പന്ത് പറത്തിവിട്ട അദ്ദേഹം എതിരാളികളെ മുട്ടുകുത്തിച്ചു. ഇന്ത്യ 7 വിക്കറ്റിന്റെ ഉജ്ജ്വല വിജയം നേടിയതോടെ സ്വാഭാവികമായും മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം ഇഷാനെ തേടിയെത്തി. സ്റ്റേഡിയം മുഴുവൻ ഇഷാൻ ഇഷാൻ എന്ന ആരവങ്ങളാൽ പ്രകമ്പനം കൊണ്ടു. എന്നാൽ അവാർഡ് ദാന ചടങ്ങിൽ ആ തിളങ്ങുന്ന ട്രോഫി ഏറ്റുവാങ്ങിയ ശേഷം ഇഷാൻ ചെയ്ത പ്രവൃത്തിയാണ് ഇന്നത്തെ വിജയത്തേക്കാൾ വലിയ വാർത്തയായി മാറിയിരിക്കുന്നത്. ട്രോഫി കൈമാറിയ ഉടനെ അത് നെഞ്ചോട് ചേർത്ത് ഇഷാൻ കിഷൻ നേരെ ഓടിയത് ബൗണ്ടറി ലൈനിനപ്പുറം VIP ഗാലറിയിലിരുന്ന ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഇക്കാലത്തെയും വലിയ നായകൻ മഹേന്ദ്ര സിംഗ് ധോണിയുടെ അടുത്തേക്ക്. ഇഷാൻ തന്റെ അടുത്തേക്ക് ഓടി വരുന്നത് കണ്ട് സാക്ഷാൽ ക്യാപ്റ്റൻ കൂൾ പോലും അമ്പരന്നുപോയി. ആയിരക്കണക്കിന് ക്യാമറകളും ഫ്ലാഷ് ലൈറ്റുകളും മിന്നിമറയുന്ന ആ വേദിയിൽ ലക്ഷക്കണക്കിന് കാണികളെ സാക്ഷിയാക്കി ഇഷാൻ കിഷൻ തന്റെ വിലപിടിപ്പുള്ള മാൻ ഓഫ് ദി മാച്ച് ട്രോഫി തണുത്ത തറയിൽ വെച്ചു. പിന്നീട് ഒരു നിമിഷം പോലും വൈകാതെ തികഞ്ഞ ഭക്തിയോടെയും ആദരവോടെയും അദ്ദേഹം തന്റെ ഗുരുവായ ധോണിയുടെ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ചു. ഈ കാഴ്ച കണ്ട് സ്റ്റേഡിയം ഒരു നിമിഷം നിശബ്ദമായി. പിന്നെ കരഘോഷങ്ങൾ കൊണ്ട് ഇടിമുഴക്കം സൃഷ്ടിച്ചു. ഇഷാന്റെ ഈ നിസ്വാർത്ഥ സ്നേഹം കണ്ട് ധോണിയുടെ കണ്ണുകൾ പോലും നിറഞ്ഞുപോയി. അദ്ദേഹം ഉടൻ തന്നെ കുനിഞ്ഞ് ഇഷാനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നെഞ്ചോട് ചേർത്ത് ഗാഠമായി ആലിംഗനം ചെയ്തു. ഒരച്ഛൻ മകനെ എന്ന പോലെ ഇഷാന്റെ തലയിൽ കൈവച്ച് വിജയ് ഭവ എന്ന് അനുഗ്രഹിക്കുമ്പോൾ കണ്ടുനിന്നവരുടെയെല്ലാം കണ്ണു നനഞ്ഞു. പിന്നീട് മൈക്കിനു മുന്നിലെത്തിയ ഇഷാൻ കിഷൻ വികാരാധീനനായി പറഞ്ഞ വാക്കുകൾ ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തിൽ തറയ്ക്കുന്നതായിരുന്നു. ഇന്ന് ഞാൻ ഈ നിലയിൽ നിൽക്കാനും ന്യൂസിലൻഡിനെതിരെ ഇങ്ങനെയൊരു ഇന്നിംഗ്സ് കളിക്കാനും ഒരേ ഒരു കാരണക്കാരൻ എന്റെ മഹി ഭൈയാണ്. ടീമിൽ നിന്ന് പുറത്തായി ഞാൻ തകർന്നിരുന്ന സമയത്ത് എന്റെ കൈപിടിച്ചുയർത്തിയത് അദ്ദേഹമാണ്. സാങ്കേതിക തികവിനേക്കാൾ ഉപരി സമ്മർദ്ദഘട്ടങ്ങളിൽ എങ്ങനെ മഞ്ഞുപോലെ ശാന്തനായിരിക്കണമെന്നും ബൌളർമാരുടെ മുഖം നോക്കാതെ പന്തിനെ മാത്രം വിശ്വസിച്ചു കളിക്കണമെന്നും എന്നെ പഠിപ്പിച്ചത് മഹി ഭൈയാണ്. ഈ ട്രോഫിയേക്കാൾ എനിക്ക് വലുത് അദ്ദേഹത്തിന്റെ അനുഗ്രഹവും ആ ആലിംഗനവുമാണ് എന്ന് ഇഷാൻ പറയുമ്പോൾ ഗാലറിയിലിരുന്നവർ എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിച്ചു. ഇഷാന്റെ ഈ സംസ്കാരവും വിനയവും കണ്ട് വേദിയിലുണ്ടായിരുന്ന BCCI സെക്രട്ടറി ജയ്ഷാ പോലും അത്ഭുതപ്പെട്ടു. അദ്ദേഹം ഉടൻ തന്നെ ഒരു വമ്പൻ പ്രഖ്യാപനം നടത്തി. കളിക്കളത്തിലെ മികവിനൊപ്പം ഭാരതീയ സംസ്കാരം വാനോളം ഉയർത്തിയ ഇഷാൻ കിഷന് BCCIയുടെ വകയായി 5 കോടി രൂപയുടെ പ്രത്യേക പാരിതോഷികം അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇഷാനെ പോലുള്ള യുവാക്കളാണ് ഇന്ത്യയുടെ യഥാർത്ഥ സമ്പത്തെന്ന് അദ്ദേഹം വാനോളം പുകഴ്ത്തി. വിജയത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോഴും വന്ന വഴിയും ഗുരുക്കന്മാരെയും മറക്കാത്ത ഇഷാൻ കിഷൻ ഇന്ന് തെളിയിച്ചിരിക്കുന്നത് ഭാരതീയ സംസ്കാരത്തിന്റെ മഹത്വമാണ്. വെടിക്കെട്ട് ബാറ്റിംഗ് കൊണ്ട് മാത്രമല്ല, സ്വർണത്തോളം തിളങ്ങുന്ന മനസ്സുകൊണ്ടും ഇഷാൻ ഇന്ന് കോടിക്കണക്കിന് ആരാധകരുടെ മനസ്സ് കീഴടക്കിയിരിക്കുകയാണ്. ഇഷാൻ കിഷന്റെയും ധോണിയുടെയും ഈ അപൂർവ നിമിഷത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.